തിങ്കളാഴ്ച രാവാണ്. പരിശുദ്ധ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് ജനിച്ചു വീണ പരിശുദ്ധമായ രാവാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്റെയും നിങ്ങളുടെയും മനസ്സുകളെ പരിശുദ്ധ മദീനയുമായി ഘടിപ്പിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും ഒന്ന് കാണാൻ എന്റെയും നിങ്ങളുടെയും കണ്ണുകൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിന് ഈ സദസ്സ് കാരണമാക്കി തരട്ടെ. ഇവിടെ ഇരിക്കുന്ന സഹോദര സഹോദരിമാരുടെ മനസ്സിൽ റബ്ബേ നീ ഈ പരിശുദ്ധ രാത്രിയെ മുൻനിർത്തി ചോദിക്കുന്നു. അല്ലാഹുവേ, ഈ പവിത്രമായ മജ്‌ലിസ് മുൻനിർത്തി ചോദിക്കുന്നു, നിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ മുൻനിർത്തി ചോദിക്കുന്നു റബ്ബേ, ഈ പരിശുദ്ധമായ സദസ്സിൽ വന്നിരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ചെറിയ മക്കളടക്കമുണ്ട് റബ്ബേ, അവരുടെയൊക്കെ മനസ്സിൽ നീ മുഹമ്മദുർ റസൂലുള്ളാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന രാഗം 24 മണിക്കൂറും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മരിക്കുന്നതിന് മുമ്പെന്തെങ്കിലും കണ്ട് ആ ഹബീബിന്റെ പരിശുദ്ധമായ നാമം ഉച്ചരിച്ച് ദുനിയാവിൽ നിന്ന് പോകാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ കറമി. ഇത് ദുആക്ക് ഇജാബത്തുള്ള സദസ്സ് ഉറപ്പിച്ചിരുന്നു. ഈ സദസ്സ്, ഈ പരിശുദ്ധമായ മജ്‌ലിസ് ദുആക്ക് ഇജാബത്തുള്ള സദസ്സാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കട്ടെ. സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് വസല്ലമ അലൈക യാ ഹബീബല്ലാഹ്. ഈ പരിശുദ്ധമായ സ്വലാത്തിന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതുപോലെ ഈ സദസ്സിൽ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു എന്റെ സഹോദര സഹോദരിമാരോട്. ആർക്കെങ്കിലും അല്ലാഹുവിന്റെ ഹബീബിനെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ പരിശുദ്ധമായ സ്വലാത്ത് മനസ്സറിഞ്ഞുകൊണ്ട് ചൊല്ലിക്കൊണ്ടിരിക്കുക. ഈ സദസ്സ് കഴിയുന്നത് വരെ നമുക്ക് പ്രഭാഷണത്തിനിടക്ക് ഈ പവിത്രമായ സ്വലാത്ത് ചൊല്ലാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ ഹബീബിനോട് നേരിട്ട് ചൊല്ലുന്ന സ്വലാത്താണ്, അല്ലാഹുവിന്റെ ഹബീബിനോട് നേരിട്ട് പറയുന്ന സ്വലാത്താണ്. സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് വസല്ലമ അലൈക യാ ഹബീബല്ലാഹ്. സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് വസല്ലമ അലൈക യാ ഹബീബല്ലാഹ്. സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് വസല്ലമ അലൈക യാ ഹബീബല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ടതുപോലെ, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കണ്ടതുപോലെ, ഫാത്തിമ ബീവി കണ്ടതുപോലെ, ലോകത്ത് കഴിഞ്ഞു പോയ ആശിഖീങ്ങൾ കണ്ടതുപോലെ എനിക്കും നിങ്ങൾക്കും കാണാൻ അവസരം ഉണ്ടായിട്ടില്ല. നമുക്ക് മനസ്സുരുകി മനമുരുകി നമ്മുടെ മനസ്സ് വെച്ചുകൊണ്ട് അല്ലാഹുവിനോട് ചോദിക്കാം. ഇന്നത്തെ രാത്രി പോലുള്ള രാത്രികളിൽ ചോദിക്കാം. രാത്രി എഴുന്നേറ്റ് നിന്നിട്ട് ഒന്ന് ചോദിക്കാം, റബ്ബേ ഒന്ന് ഹബീബിനെ കാണിച്ചു തരണേ. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 24 മണിക്കൂറും കണ്ടിട്ടും 24 മണിക്കൂറും ഹബീബിന്റെ കൂടെ ഉണ്ടായിട്ടും ഹബീബിന്റെ കൂടെ 24 മണിക്കൂറും നടന്നിട്ടും അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോകുന്ന യുദ്ധത്തിന് കൂടെ പോയിട്ടും അല്ലാഹുവിന്റെ ഹബീബിന്റെ യാത്രയിൽ കൂടെ ഉണ്ടായിട്ടും അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ ഉറങ്ങിയിട്ടും അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ ഭക്ഷണം കഴിച്ചിട്ടും അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ വിശ്രമിച്ചിട്ടും അതൊന്നും തീരാതെ എല്ലാ ദിവസവും സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നിരുന്നിട്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ആ ആശിഖായ മനുഷ്യനെ കരഞ്ഞുകൊണ്ട് പറഞ്ഞിരുന്നത്, വാശഖാ ഇലൈക യാ റസൂലല്ലാഹ് വാശഖാ ഇലൈക യാ റസൂലല്ലാഹ്. ഹബീബായ തങ്ങളെ കാണാൻ എന്തൊരാഗ്രഹമാണ്, വല്ലാത്ത ആഗ്രഹമാണ്. ഹബീബെ അങ്ങയിലേക്ക് വല്ലാത്ത ആഗ്രഹമാണ്. ഈ ഇരിക്കുന്ന സഹോദരന്മാരോട് പറയുന്ന എന്നോടടക്കം ഞാൻ ചോദിക്കുകയാണ്, ഏതെങ്കിലും ഒരു രാത്രി, ഏതെങ്കിലും ഒരു പകല്, ഏതെങ്കിലും ഒരു നിമിഷം, ഒരിക്കലെങ്കിലും ഒരു നിമിഷമെങ്കിലും
ഹബീബിനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് എന്റെയും നിങ്ങളുടെയും മനസ്സ് പിടച്ചിട്ടുണ്ടോ? എന്റെയും നിങ്ങളുടെയും കണ്ണിന്റെ ഉള്ളിൽ നിന്ന് കണ്ണുനീർ കണങ്ങൾ വന്നിട്ടുണ്ടോ? എന്റെയും നിങ്ങളുടെയും മനസ്സൊന്ന് ഹബീബായ തങ്ങൾക്ക് വേണ്ടി നൽകിയിട്ടുണ്ടോ? എന്റെയും നിങ്ങളുടെയും മനസ്സ് ഹബീബിന് വേണ്ടി നൽകിയിട്ടുണ്ടോ? ഇന്നത്തെ സദസ്സോടുകൂടെ നമുക്ക് പ്രതിജ്ഞയെടുക്കാം. ഈ പരിശുദ്ധമായ സദസ്സോടുകൂടെ നമുക്ക് പ്രതിജ്ഞയെടുക്കാം. സ്വലാത്ത് ചൊല്ലി ചൊല്ലി ഹബീബായ തങ്ങളെ പ്രേമിച്ച് ഹബീബായ തങ്ങളെ സ്നേഹിച്ച് ഹബീബായ തങ്ങളാകുന്ന പരിശുദ്ധമായ വിളക്കിൽ ഒരിക്കലെങ്കിലും ഒന്നില്ലാതെയാകാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് അവസരം നൽകുമാറാവട്ടെ. ഈ രാത്രി നമ്മൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ ചോദിക്കുകയാണ്, റബ്ബേ, നിന്റെ ഹബീബ് ജന്മോദയം ചെയ്ത പരിശുദ്ധമായ തിങ്കളാഴ്ചയുടെ രാവാണ്. ഈ രാവിൽ നിങ്ങൾ നിന്റെ മുമ്പിൽ ഈ പാപികളായ പാവങ്ങളായ ഞങ്ങളെ ചോദിക്കുകയാണ്. ഒരിക്കലെങ്കിലും ആ സൗന്ദര്യത്തിന്റെ പ്രതിരൂപമായ സൗന്ദര്യത്തിന്റെ ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യത്തിന്റെ ഉടമയായ വിശുദ്ധരായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ പൂമുഖം കാണാൻ റബ്ബേ ഞങ്ങൾക്ക് അവസരം നൽകണേ. നേരത്തെ അസീസ് ഉസ്താദ് ഇവിടെ ഒരു പരിശുദ്ധമായ കവിത ഇവിടെ ഉദ്ധരിക്കുകയുണ്ടായി. ആര് പാടിയതാണെന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു എന്ന ലോകത്തെ ഏറ്റവും വലിയ ആശിഖ് പാടിയതാണ്. ഇനി ലോകത്ത് ഏത് കവിത വന്നാലും ഏത് കവി വന്നാലും ആര് പാടിയാലും ആരെഴുതിയാലും ആര് ലഭിച്ചാലും ആര് രചിച്ചാലും ആര് ആലാപനം നടത്തിയാലും ആര് വരികൾ എഴുതിയാലും ഏത് ഭാഷയിൽ പാടിയാലും ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ രണ്ട് വരികളിലുള്ള പരിശുദ്ധമായ ആശയം ഒരിക്കലും വരികയില്ല. സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് വസല്ലമ അലൈക യാ ഹബീബല്ലാഹ് സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് വസല്ലമ അലൈക യാ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മഹാനും മദ്ഹ് പാടിയപ്പോ പരിശുദ്ധ മദീനയിൽ പ്രത്യേക സ്റ്റേജ് നൽകിയ മഹാനാണ്, പ്രത്യേക ഇരിപ്പിടം നൽകിയ മഹാനാണ് ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ആ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിനെ മുൻനിർത്തിയിട്ട് ഹബീബായ തങ്ങൾ മുന്നിൽ ഇങ്ങനെ ഇരിക്കുമ്പോ സ്വഹാബത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് പാടുകയാണ്, വഹസനു മിൻക ലം തറഖത്തു ഐനി. അല്ലാഹു റബ്ബുൽ ഇസ്സത്തി പരിശുദ്ധമായ സദസ്സിനെ നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു പാടുകയാണ്, അല്ലാഹുവിന്റെ ഹബീബിനെ മുൻനിർത്തിയിട്ട് പാടുകയാണ്, വഹസനു മിൻക ലം തറഖത്തു ഐനി. അങ്ങയെ പോലെ നല്ല ഒരാളെ എന്റെ കണ്ണ് കണ്ടിട്ടില്ല. അങ്ങയെ പോലെ നല്ല ഒരാളെ അല്ലാഹുവിന്റെ ഹബീബേ ഞാൻ ലോകത്ത് കണ്ടിട്ടില്ല, എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. ലം തറഖത്തു ഐനി, എന്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിച്ചിട്ടില്ല. റസൂലേ സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് വസല്ലമ അലൈക യാ ഹബീബല്ലാഹ്. ബഹുമാനപ്പെട്ട കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ മറപ്പെട്ട് കിടക്കുന്ന സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു വല്ലാത്ത ആശിഖാണ്. പ്രിയപ്പെട്ടവരെ, വല്ലാത്ത ഭാഗ്യമാണ് ബഹുമാനപ്പെട്ടവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയും ഒരു മലയാളി കൂടുന്നിടത്ത് ഹബീബിന്റെ പരിശുദ്ധമായ മദ്ഹ് പാടുന്നുണ്ടെങ്കിൽ, പരിശുദ്ധമായ മൗലിദ് പാടുന്നുണ്ടെങ്കിൽ, അവിടെ ഓതുന്നുണ്ടെങ്കിൽ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ പരിശുദ്ധമായ വരികളാണ് പാടുന്നത്. മംഖൂസ് മൗലിദ് എന്ന പേരില് ആ മംഖൂസ് മൗലിദില് പരിശുദ്ധരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ബഹുമാനപ്പെട്ടവർ എഴുതി വെക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ എഴുതി വെക്കുകയാണ്, അന്ത ഉമ്മുൻ അം അബു മാ റഅയ്നാ ഫീഹിമാ മിത്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി യാ സയ്യിദി ഖൈറൻ നബി യാ സയ്യിദി ഖൈറൻ നബി. ബഹുമാനപ്പെട്ട ഹസ്സാൻ റളിയല്ലാഹു തആല അൻഹു ഹബീബായ തങ്ങളുടെ ആ നന്മയാണ് പറയുന്നത്. സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറഞ്ഞതുപോലെ അങ്ങ് ഉമ്മയാണോ, ഉമ്മ ചെയ്തതുപോലുള്ള അനുഗ്രഹമാണോ, നന്മയാണോ, ഉപ്പ നൽകിയതുപോലുള്ള അനുഗ്രഹമാണോ, പരിശുദ്ധമായ നന്മയാണോ എനിക്ക് ചെയ്തതെന്ന് ഹബീബേ എനിക്ക് പറയാൻ സാധിക്കുകയില്ല. ഉമ്മയെക്കാളും വലിയ നന്മയാണ്, ഉപ്പയെക്കാളും വലിയ നന്മയാണ്
ഹബീബായ തങ്ങളെ അവിടുന്ന് നൽകിയത് അന്ത ഉമ്മുൻ അം അബു മറൈനാ ഫീഹിമാ ബിദ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ബഹുമാനപ്പെട്ട ഹസ്സാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുത്തേക്ക് നിങ്ങൾ വരിക. വഹസ്സനു മിൻക ലം തറ ഖത്തു ഐനി, അങ്ങയെ പോലെ നന്മയുള്ള ഒരാളെ എന്റെ കണ്ണുകൊണ്ട് എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല റസൂലേ. വഅജ്മലു മിൻക ലം തലിദിൻ നിസാഉ, അങ്ങയെ പോലെ സൗന്ദര്യമുള്ള ഒരാളെ ലോകത്തൊരു സ്ത്രീയും പ്രസവിച്ചിട്ടില്ല റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യം എന്ന് പറയുമ്പോൾ ലോകത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൗന്ദര്യത്തെ രണ്ടായിട്ട് ഭാഗിക്കുകയാണ്. ആ സൗന്ദര്യത്തിന്റെ ഒരു ഭാഗം മുഴുവനായിട്ടും ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകുകയാണ്. അതുകൊണ്ടാണ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ എന്ന ഹബീബായ തങ്ങളുടെ സഹധർമ്മിണി, ഹബീബായ തങ്ങളുടെ പരിശുദ്ധരായ സൗജത്ത് ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പറഞ്ഞത് ലനാ ശംസുൻ വലിൽ ആഫാഖി ശംസു വശംസി ഖൈറു മിൻ ശംസിസ് സമാഇ. ആയിഷ ബീവി റസൂലുള്ളാഹിന്റെ സൗന്ദര്യത്തെ കുറിച്ചാണ് പറയുന്നത്. ആകാശ ലോകത്തൊരു ചന്ദ്രൻ, ഒരു സൂര്യനുണ്ട്. ലനാ ശംസുൻ, ഞങ്ങൾക്കുമുണ്ട് ഒരു സൂര്യന്. വലിൽ ആഫാഖി ശംസു, ചക്രവാളങ്ങളിൽ ഒരു സൂര്യനുണ്ട്. ചക്രവാളങ്ങളിൽ ഒരു സൂര്യനുണ്ട്. രാവിലെ ഉദിച്ചുയർന്നിട്ട് വൈകുന്നേരം അത് അസ്തമിക്കുന്ന സൂര്യനാണ്. പക്ഷേ എനിക്കൊരു സൂര്യനുണ്ട്, എന്റെ സൂര്യൻ എന്നാണ് പറയുന്നത്. ആ ഒരു ബന്ധമാണ് നമുക്ക് വേണ്ടത്. എന്റെ ഹബീബ് എന്നൊരു ബന്ധം വേണം, എന്റെ ഹബീബ് എന്നൊരു സ്നേഹബന്ധം വേണം. ആ സ്നേഹബന്ധം റബ്ബേ ഞങ്ങൾക്ക് നീ നൽകണേ. 24 മണിക്കൂറും എന്റെയും നിങ്ങളുടെയും മനസ്സ് ഹബീബിന് വേണ്ടി കിടക്കുന്ന ഒരു അവസരം നൽകണേ റബ്ബേ. ഒരിക്കലെങ്കിലും ഒന്ന് കാണാൻ, പരിശുദ്ധയിൽ മദീനയിൽ ഒന്ന് പോകാൻ ഞങ്ങൾക്ക് അവസരം നൽകണേ. സ്വർഗ്ഗത്തിൽ പോലും ആഗ്രഹിക്കുന്ന മണ്ണാണ്, ഏത് സമയത്തും കൊതിക്കുന്ന പുണ്യഭൂമിയാണ്. ഹബീബായ തങ്ങളെ വിശ്രമിക്കുന്ന മണ്ണാണ്. ഹബീബായ തങ്ങളെ എന്റെയും നിങ്ങളുടെയും സ്വലാത്ത് കേൾക്കുന്ന മണ്ണാണ്. പരിശുദ്ധരായ മഹാന്മാരായ ഉലിയാക്കൾ ആഗ്രഹിച്ച മണ്ണാണ്. മഹാന്മാരെ കൊതിക്കുന്ന മണ്ണാണ്. അവസാന സമയത്ത് ദജ്ജാലിന് പോലും കാല് വെക്കാൻ കഴിയാത്ത പരിശുദ്ധ മണ്ണാണ്. ഈമാൻ ചെന്നെത്തുന്ന മണ്ണാണ്. ഇന്നൽ ഈമാന ലയരിസുൽ മദീനത്തി, ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീനത്തി കമാ തഹരിസുൽ ഹയ്യത്തു ഇലാ ജഹരിഹാ. ഒരു മാളത്തിലേക്ക് ഒരു സർപ്പം, ഒരു പാമ്പ് ഉൾവലിയുന്നത് പോലെ അവസാന സമയത്ത് ഈമാൻ ചെന്നെത്തുന്നത് പരിശുദ്ധമായ മണ്ണിലേക്കാണ്. റബ്ബേ ഞങ്ങളുടെ മനസ്സുകളെ നീ മദീനയാക്കണേ. ഹബീബായ തങ്ങളെ സ്നേഹിക്കുന്ന മണ്ണ് പരിശുദ്ധ മണ്ണാക്കണേ. ഞങ്ങളുടെ മനസ്സിൽ ഹബീബായ തങ്ങൾക്കൊരു ഇരിപ്പിടം നൽകണേ. പക്ഷെ ഒരു കാര്യമുണ്ട്, മനസ്സിന്റെ ഉള്ളിൽ അല്ലാഹുവിന്റെ ഹബീബ് വരണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ആ മ്ലേച്ഛമായതൊക്കെ ഒന്ന് മാറിക്കിട്ടണം. ആ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് മറ്റുള്ളവരോടുള്ള പക, അസൂയ, കിബർ, അഹംഭാവം, വേണ്ടാവൃത്തികളിൽ പ്രവർത്തിക്കാനുള്ള ചിന്ത, അതൊക്കെ ഒഴിവായി ആ ഹൃദയം കളങ്കമില്ലാത്തതാകണം. എങ്കിലേ അല്ലാഹുവിന്റെ ഹബീബ് അവിടേക്ക് വരൂ. മായ്ച്ചു കളയാനുള്ള കാര്യം അത് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്താണ്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്താണ്. ആകാശത്തിലെ ചക്രവാളത്തിലെ സൂര്യൻ എന്ന് പറയുമ്പോൾ അത് രാവിലെ എഴുന്നേൽക്കുന്നതാണ്, അത് ഉദിച്ചു വരുന്നതാണ്. പക്ഷെ അതിനൊരു അസ്തമയമുണ്ട്, വൈകുന്നേരമാകുമ്പോൾ അസ്തമിക്കുന്നതാണ്. എങ്കിൽ എന്റെ സൂര്യൻ എന്ന് പറയുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന പരിശുദ്ധമായ സൂര്യൻ, അന്ത ശംസുൻ അന്ത ബദ്റുൻ അന്ത നൂറുൻ ഫൗക നൂരി അന്ത ഇക്സീറുൻ വബാരി അന്ത മിസ്ബാഹുസ് സുദൂരി എന്ന് പറഞ്ഞ ആ സൂര്യൻ ഉണ്ടല്ലോ, എന്റെ സൂര്യൻ. വശംസി ഖൈറു മിൻ ശംസിസ് സമാഇ, ആകാശത്തെ ആ സൂര്യനേക്കാളും ഖൈറായ ശ്രേഷ്ഠതയുള്ള സൂര്യനാണ് എന്റെ സൂര്യൻ. കാരണം എന്തേ? ആകാശത്തിലുള്ള ആളുകളുടെ സൂര്യൻ എന്ന സൂര്യൻ അത് രാവിലെ എഴുന്നേറ്റ് അത് ഉദിച്ചു വന്ന് പിന്നീട് അസ്തമിക്കുന്നുണ്ട്. പക്ഷേ എന്റെ സൂര്യൻ എന്ന് പറയുമ്പോൾ അർദ്ധരാത്രിയും ഉദിച്ചു നിൽക്കുന്ന സൂര്യനാണ്.
അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശദീകരിച്ചതാണ്, വിശേഷിപ്പിച്ചതാണ് ആ പരിശുദ്ധമായ സൂര്യനെന്ന്. യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറൻ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. സൂര്യന്റെ പ്രത്യേകത എന്താണ്? മറ്റുള്ള ഗോളങ്ങൾക്ക്, മറ്റുള്ള ഗ്രഹങ്ങൾക്ക് പ്രകാശം നൽകുന്നതാണ്. അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് പറയുകയാണ് വസിറാജൻ മുനീറ. മറ്റുള്ള ഗോളങ്ങൾക്കും മാത്രമല്ല, ഗോളങ്ങൾക്ക് മാത്രമല്ല, ലോക ചരാചരങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രകാശം പരത്താൻ വേണ്ടി പറഞ്ഞതാണ്. എന്റെയും നിങ്ങളുടെയും നേതാവായ, ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിറാജും മുനീറാണ്, പ്രകാശിക്കുന്ന എന്നല്ല പറഞ്ഞത്, പ്രകാശിപ്പിക്കുന്ന സൂര്യനാണ്, പ്രകാശിപ്പിക്കുന്ന വിളക്കാണ്. പ്രകാശിക്കുന്ന വിളക്ക് എന്നല്ല പറഞ്ഞത്, പ്രകാശിപ്പിക്കുന്നത് എന്നാ പറഞ്ഞത്. അനാറയിൽ നിന്നാണ് അത് വരുന്നത്. മുനീർ എന്ന് പറഞ്ഞ പ്രകാശം നൽകുന്നതെന്നാണ്, മറ്റുള്ളവരെ പ്രകാശിപ്പിക്കുന്നതെന്നാണ്. എന്റെയും നിങ്ങളുടെയും ഹൃദയങ്ങളെ ഈ സമയത്ത് പ്രകാശിപ്പിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ബഹുമാനപ്പെട്ടവരുടെ ഹൃദയത്തിൽ പ്രകാശം നൽകി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിൽ പ്രകാശം നൽകി. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിൽ പ്രകാശം നൽകി. ഖിയാമത്ത് നാൾ വരെ ആ പരിശുദ്ധമായ പ്രകാശം ഇവിടെ നിലനിൽക്കും. നാളെ മഹ്ശറിലും പ്രകാശമായി ഉദിച്ചു വരും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ പ്രകാശത്തോട് ചേർന്ന് നിൽക്കാൻ അവസരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് വസല്ലമ അലൈക യാ ഹബീബല്ലാഹ്. മനുഷ്യന്മാർക്ക് മാത്രമേ അള്ളാഹുവിന്റെ ഹബീബിനെ അറിയാതിരുന്നിട്ടുള്ളൂ. അള്ളാഹുവിന്റെ ഹബീബിനെ വേണ്ടതുപോലെ സ്നേഹിക്കാൻ ഭാഗ്യമില്ലാതിരുന്നത് മനുഷ്യന്മാർ മാത്രമാണ്. ലോകത്തെ വൃക്ഷങ്ങളും, ലോകത്തെ മൃഗങ്ങളും, ലോകത്തെ ചെടികളും, ലോകത്ത് കാണുന്ന നമ്മൾ അചേതനമായി കാണുന്നവയും ചേതനയുള്ളതും ജീവനുള്ളതും ജീവനില്ലാത്തവയും ഒക്കെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് വെച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹബീബിന്റെ റിസാലത്ത് അംഗീകരിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് റസൂലാണെന്ന് അംഗീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്റെ കൂടെ വരൂ പ്രിയപ്പെട്ടവരെ. ബഹുമാനപ്പെട്ട അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബി വനിതയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബി വരൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകനാണ്. ബഹുമാനപ്പെട്ടവർ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് സലാത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കി തരാൻ വേണ്ടി പറയാം. സലാത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കി തരാൻ വേണ്ടി ബഹുമാനപ്പെട്ടവർ പറയാം, ഞങ്ങൾ എല്ലാവരും കൂടെ മദീനത്തെ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുകയായിരുന്നു. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒട്ടകം മനസ്സിലാക്കിയതുപോലെ എനിക്കും നിങ്ങൾക്കും മനസ്സിലായിട്ടില്ല എന്ന് പറയാൻ വേണ്ടി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, മുഹമ്മദുർ റസൂലുള്ളാഹി എന്നത് അള്ളാഹുവിന്റെ ഹബീബിന്റെ റിസാലത്ത്, അള്ളാഹുവിന്റെ ഹബീബിന്റെ പരിശുദ്ധമായ ഷഹാദത്ത്, ആ റിസാലത്തിന്റെ ഷഹാദത്തിന് സാക്ഷ്യം വഹിച്ചവരാണ് മഹാന്മാര്, സ്വഹാബിമാര്. എന്നാൽ മൃഗങ്ങൾ പോലും, വൃക്ഷങ്ങൾ പോലും, ലോകത്ത് അണ്ഡകടാഹങ്ങളിലുള്ള ഗോളങ്ങൾ പോലും എല്ലാം അല്ലാഹുവിന്റെ ഹബീബിന്റെ റിസാലത്ത് അംഗീകരിച്ചവരാണ്. അതുപോലുള്ള ഒരു ഹദീസാണ് പറയാൻ പോകുന്നത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് അനുസരിച്ച് ജീവിച്ചിരുന്ന മഹാനാണ്, മുത്തബിഉസ് സുന്ന. എങ്ങനെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണം കഴിച്ചത് അങ്ങനെ കഴിക്കും. അത് ഇഷ്കിന്റെ ഭാഗമാണ്, മഹബത്തിന്റെ ഭാഗം. ഇന്ന് മുതൽ നിങ്ങളൊക്കെ ഒരു ചിന്തയുമായിട്ട് ഇവിടെ നിറങ്ങാം. എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ ഹബീബായ തങ്ങൾ ചെയ്തതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഹബീബായ തങ്ങള് പരിശുദ്ധമായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുന്ന് തലമറച്ചത് കൊണ്ടാണ് ഞാൻ തലമറക്കുന്നത്. ഹബീബായ തങ്ങള് അവിടുന്ന് താടി വെച്ചത് കൊണ്ടാണ് ഞാൻ താടി വെക്കുന്നത്. ഹബീബായ തങ്ങള് പരിശുദ്ധമായ ദിക്ർ ചൊല്ലിയത് കൊണ്ടാണ് ഞാൻ ദിക്ർ ചൊല്ലുന്നത്. ഹബീബായ തങ്ങള് എഴുന്നേൽക്കുമ്പോ ഇന്ന ദിക്ർ ചൊല്ലിയത് കൊണ്ടാണ് ഞാൻ ദിക്ർ ചൊല്ലുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മി ചൊല്ലിയത് കൊണ്ടാണ് ഞാൻ ബിസ്മി ചൊല്ലുന്നത്. ഞാൻ അത് കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് പറയുന്നത് എന്റെ ഹബീബ് പറഞ്ഞത് കൊണ്ടാണ്. ഇങ്ങനെ ഓരോ പ്രവർത്തിയിലും എന്റെ ഹബീബ്, എന്റെ ഹബീബ്, എന്റെ ഹബീബ് എന്നൊരു ചിന്തയുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു, അടുത്ത ഭാവിയിൽ നിങ്ങൾക്ക് സ്വപ്നത്തിൽ അല്ലാഹുവിന്റെ ഹബീബിനെ കാണാൻ സാധിക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ.
അപ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ സുന്നത്ത് അനുസരിച്ച് ജീവിച്ചിരുന്ന മഹാനാണ്. ഒരിക്കൽ ഒരു സ്ഥലത്തൂടെ അങ്ങനെ നടന്നു പോകുമ്പോ ബഹുമാനപ്പെട്ടവര് ഒഴിഞ്ഞൊരു സ്ഥലം, തല താഴ്ത്തിയിട്ട് ഇങ്ങനെ നടന്നു. തല തട്ടുന്നത് പോലെ നമ്മൾ സ്ഥലത്തൂടെ തല എവിടെയെങ്കിലും തട്ടുന്ന് കരുതിയിട്ട് നമ്മൾ തല താഴ്ത്തുന്നത് പോലെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ തല താഴ്ത്തിയിട്ട് നടന്നു. അപ്പൊ കൂടെയുള്ള ആള് ചോദിച്ചു, ഇവിടെ മരമൊന്നുമില്ലല്ലോ, പിന്നെന്തിനാണ്? അപ്പൊ പറഞ്ഞു, അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇതിലൂടെ നടന്നു പോകുമ്പോൾ ഒരു മരവട ഉണ്ടായിരുന്നു. ഹബീബൊക്കെ വഫാത്തായതിന്റെ ശേഷമാണ് ഈ പറയുന്നത്. അന്ന് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതുവഴി നടന്നു പോകുമ്പോ തല താഴ്ത്തിയിട്ടാ പോയത്. അപ്പൊ ആ സ്ഥലം ഞാൻ ഓർമ്മിച്ചു വെച്ചതാണ്. അള്ളാന്റെ ഹബീബ് എവിടെയാണോ ഇരുന്നത് അവിടെ ഇരിക്കുക. അള്ളാഹുവിന്റെ ഹബീബ് എന്താണോ പറഞ്ഞത് പറയുക. അള്ളാന്റെ ഹബീബിന് എന്താണോ ഇഷ്ടമുള്ളത് അത് കഴിക്കുക. അള്ളാന്റെ ഹബീബ് എന്താണോ ആഗ്രഹിക്കുന്നത് അത് ചെയ്യുക. അതായിരുന്നു സ്വഹാബി വര്യന്മാർ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നെയും നിങ്ങളെയും അതിന് പാകപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നത്തെ ഈ ദിവസത്തോടുകൂടെ നമ്മളുടെ സോഷ്യൽ മീഡിയയിലുള്ള ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ ഒഴിവാക്കി ഒന്ന് മദീനയിലേക്ക് പോകാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവസരം നൽകുമാറാവട്ടെ. അടുത്ത റബീഉൽ അവ്വലിൽ നമ്മൾ കൂടുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും പറയാൻ സാധിക്കണം, തങ്ങളെ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ പറഞ്ഞതുപോലെ ഹബീബായ തങ്ങളുടെ സ്വലാത്ത് ചൊല്ലിയിട്ട് ഒരിക്കലെങ്കിലും ഒന്ന് കാണാൻ സാധിച്ചിട്ടുണ്ട്. ആ കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്തിനാണ് ഈ കണ്ണുകള് പിന്നെന്തിനാ? അള്ളാന്റെ ഹബീബിനെ കണ്ട സ്വഹാബി പിന്നെ അള്ളാന്റെ ഹബീബ് വഫാത്തായപ്പോ രണ്ട് കണ്ണുകളും പൊട്ടിക്കുകയാണ് സ്വഹാബി. എന്താ പറഞ്ഞത്? ആ കണ്ണുകൾ കൊണ്ട് ഹബീബിനെ കണ്ടതാണ്. ഇനി ഒരാളെയും കാണേണ്ട, ഒരു സൗന്ദര്യവും എനിക്ക് കാണേണ്ട, ഹബീബായ തങ്ങളെ കണ്ട് എനിക്ക് ഒരാളെയും കാണേണ്ടെന്ന് പറഞ്ഞ ആ സ്വഹാബിയുടെ കണ്ണ്, ബഹുമാനപ്പെട്ടവരുടെ സ്നേഹം നമ്മളുടെ മനസ്സിലില്ല. റബ്ബേ, നമ്മൾ മനസ്സുരുകി പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസം മുതൽ 5 വഖത്തിലും നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുക. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് വസല്ലമ അലൈക യാ ഹബീബല്ലാഹ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഹദീസിലേക്ക് വരികയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ മസ്ജിദുൻ നബവിയിൽ ഞങ്ങൾ ഇരിക്കുകയാണ്. ആ സമയത്ത് ഇത് ദഖല അറാബിയുൻ ജഹവരിയുൻ ബദവിയുൻ യമാനിയുൻ, യമനി പ്രദേശത്തുള്ള യമൻ നാട്ടുകാരനായ ബദ്ദുവായ കാട്ടറബിയായ നല്ല ശബ്ദമുള്ള ഉയർന്ന ശബ്ദമുള്ള എന്നെ പോലെ ഉയർന്ന ശബ്ദമുള്ള ഒരാള്, ജഹവരി, പതുക്കെ സംസാരിക്കാത്ത ആള്. ചില സമയത്തൊക്കെ ആലോചിക്കാറുണ്ട്, ചില നല്ല പതുക്കെ സംസാരിക്കുന്ന ആളുകളെ കാണുമ്പോൾ നമ്മൾ വളരെ ശബ്ദത്തിൽ സംസാരിക്കുമ്പോൾ എന്തോ ഒരു അതവുകേടുള്ള പോലെ തോന്നും. അപ്പൊ സ്വഹാബി പറയാണ്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാം, ഞങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു അറാബിയായ ഒരാൾ അങ്ങോട്ട് വന്നു. കാട്ടറബിയാണ്, അദ്ദേഹം യമനുകാരനാണ്, നല്ല ശബ്ദമുണ്ട്. മസ്ജിദുൻ നബവിയിലേക്ക് കയറി. അത് പറയാൻ കാരണം, സലാം പറയുമ്പോൾ നല്ല ശബ്ദത്തിലാണ് സലാം ചൊല്ലിയത്. ഫസല്ലമ അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം ചൊല്ലി. എന്റെ കൂടെ ഉണ്ടല്ലോ നിങ്ങളില്ലേ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം ചൊല്ലി. അദ്ദേഹം പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിൽ അവിടെ ഇരുന്നു. ഉടനെ അദ്ദേഹം മസ്ജിദുൻ നബവിയിലേക്ക് കടക്കുന്ന സമയത്ത് അദ്ദേഹം ഒരൊട്ടകത്തിന് അവിടെ ബന്ധിച്ചിട്ടാണ് മസ്ജിദുൻ നബവിയിലേക്ക് കടക്കുന്നത്. മസ്ജിദുൻ നബവിയിലേക്ക് സലാം പറഞ്ഞിട്ട് കടന്നു വന്നപ്പോ സ്വഹാബിമാരിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബേ, ആ അറാബി, ആ കാട്ടറബിയുടെ കൂടെയുള്ള അദ്ദേഹം യാത്ര ചെയ്തു വന്നിരിക്കുന്ന അദ്ദേഹത്തിന്റെ ആ ഒട്ടകം, ഇന്നഹാ സരിഖത്തുൻ, അത് മോഷ്ടിച്ച മുതലാണ് ഹബീബേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് വസല്ലമ അലൈക യാ ഹബീബല്ലാഹ്. മോഷ്ടിച്ചതാന്ന് പറഞ്ഞാ പോരാ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഖമർ ഉസ്താദ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ലോകത്തെ ഏറ്റവും വലിയ ന്യായാധിപനാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, അതമ്മ ബയ്യിനത്തുൻ, എന്തെങ്കിലും തെളിവുണ്ടോ അദ്ദേഹത്തിന്റെ ഒട്ടകം കട്ടെടുത്തതാണെന്ന്, അദ്ദേഹം മോഷ്ടിച്ചു കൊണ്ടുവന്നതാണെന്നത് നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും തെളിവുണ്ടോ? ഒരുപാട് ആളുകളെ നിന്നിട്ട് പറഞ്ഞു. സ്വഹാബിമാരാണ് പറയുന്നത്, അല്ലാഹുവിന്റെ ഹബീബേ, അദ്ദേഹത്തിന്റെ ഒട്ടകം അദ്ദേഹം മോഷ്ടിച്ചെടുത്ത് കൊണ്ടുവന്നതാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദിച്ചപ്പോ
നഅം യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ അടുത്ത് തെളിവുണ്ടെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട അലിയാര് തങ്ങളോട് പറയുന്നു, അലിയെ നിങ്ങൾ എഴുന്നേൽക്കുക. എന്തുകൊണ്ട് അലിയാര് തങ്ങളോട് പറഞ്ഞത്? മഹാന്മാര് പറയുന്നുണ്ട്, ലോകത്ത് സഹാബിമാർക്കിടയില് ഈ ഉമ്മത്തിലെ ഏറ്റവും നല്ല വിധികർത്താവായി സ്വഹാബിമാരിൽ ഉണ്ടായിരുന്നത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുചരന്മാരിൽ ഏറ്റവും നല്ല ഖാദി ബഹുമാനപ്പെട്ട അലിയാര് തങ്ങളായിരുന്നു. അലിയാര് തങ്ങളോട് പറഞ്ഞു, അലി നിങ്ങൾ എഴുന്നേൽക്കുക. അദ്ദേഹത്തിനെതിരായിട്ട് ഈ സാക്ഷി നിങ്ങൾ കാര്യം തെളിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൈമുറിക്കണം. അതാണ് ഇസ്ലാമിന്റെ നിയമം. ആ നിയമം എടുക്കണം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറയുമ്പോ സാഹൂദം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സ്വഹാബി. ഈ ആറാബിയായ സ്വഹാബി ഒന്നും അറിഞ്ഞിട്ടില്ല. പാപം മസ്ജിദുൻ നബവിയിലേക്ക് ദൂരെ നിന്ന് യമനിൽ നിന്ന് വന്നതാണ്. അദ്ദേഹത്തിന്റെ സ്വന്തം ഒട്ടകമാണ്. പക്ഷേ ഇവിടെ വന്നപ്പോ ഇങ്ങനെ പറഞ്ഞപ്പോ സ്വഹാബിമാർ ഇങ്ങനെ പറയാൻ കാരണം ഒരുപോലെ നിറമുള്ള, ഒരുപോലെ സാദൃശ്യമുള്ള ഒട്ടകമായിരുന്നു. അതാണെന്ന് കരുതിയിട്ട് സ്വഹാബിമാരിൽ ചിലത് പറഞ്ഞതാണ്. പക്ഷേ തനിക്ക് അനുകൂലമായി ഒരാളെങ്കിലും സാക്ഷി നിൽക്കാനില്ല, ഒരാളെങ്കിലും പറയാനില്ല. ആ സ്വഹാബി വര്യൻ ബഹുമാനപ്പെട്ട ആറാബി അവിടെ നിന്ന് പറിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. എന്റെ കൈ ഈ സമയത്ത് മുറിക്കപ്പെടും, ഇവിടെ നിയമം പാലിക്കപ്പെടും. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിയാര് തങ്ങളോടാണ് പറഞ്ഞിരിക്കുന്നത്, അലിയാര് തങ്ങളെ നിങ്ങൾ എഴുന്നേൽക്കുക. നിങ്ങൾ പറഞ്ഞ നിയമം, നിങ്ങൾ അദ്ദേഹത്തിനെതിരെ ഈ കാര്യം തെളിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൈമുറിക്കുക എന്ന ഇസ്ലാമിന്റെ നിയമം നടപ്പിലാക്കുക. അലി റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ടവരോട് പറയുന്നു, വഇല്ലം തഖും, ഇനിയെങ്കിലോ നിങ്ങൾ പറഞ്ഞതുപോലെയല്ല എങ്കിൽ, ഈ സ്വഹാബിമാര് പറഞ്ഞതുപോലെയല്ലെങ്കിൽ അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവരിക. തെളിവ് സാക്ഷ്യപ്പെടുത്താൻ അവർക്ക് സാധിക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ആ സമയത്ത് പാവപ്പെട്ട സ്വഹാബി വര്യൻ, ആറാബിയായ ആ മദീനത്തേക്ക് വന്ന പാവപ്പെട്ട സ്വഹാബി വര്യൻ സ്വലാത്ത് നമ്മളെ ഏതൊക്കെ പടുകുഴിയിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് പറയാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഇത് പറയുന്നത്. ഏത് പടുകുഴിയിൽ വീണാലും, ഏത് പ്രയാസത്തിൽ അകപ്പെട്ടാലും, ഏത് ബുദ്ധിമുട്ടിൽ അകപ്പെട്ടാലും, ഏത് പ്രയാസം അനുഭവപ്പെട്ടാലും ആ പ്രയാസത്തിൽ രക്ഷയാണ് പരിശുദ്ധ സ്വലാത്ത്. ആ സമയത്ത് ഈ സ്വഹാബി ഒരൽപ്പം നേരം ബഹുമാനപ്പെട്ട ഒരു കണ്ണടച്ചവിടെ ഇരുന്നു, മുറാഖബിലിരിക്കുന്നത് പോലെ ഇരുന്നു. ആ സമയത്ത് ബഹുമാനപ്പെട്ട ആറാബി റളിയല്ലാഹു തആല അൻഹു അവിടെ ഇങ്ങനെ തല താഴ്ത്തിയിരുന്നു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, യാ ആറാബി ഖും യാ ആറാബി ഖും ലിഅംനില്ലാഹ് ഫഇല്ലാ ഫാദില്ല ബിഹുജ്ജതിക്. ബഹുമാനപ്പെട്ട സഹോദര, നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേൽക്കുക. നിങ്ങൾക്കെതിരെ ഇവിടെ സാക്ഷി നിൽക്കുകയാണ്. നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന മുതലേ ഒട്ടകം എന്ന് പറയുന്നത് അത് കട്ടെടുത്ത മുതലാണെന്ന്, കളവെട് നടത്തിയ മുതലാണെന്ന് അവർ പറയുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായി ഒന്നും ഇവിടെ സാക്ഷി പറയാനില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര, നിങ്ങളുടെ കൈമുറിക്കാൻ വേണ്ടി പോകുന്നു, അലിയെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ നിയമം നടപ്പാക്കാൻ വേണ്ടി നിങ്ങൾ എഴുന്നേൽക്കുക എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട ആറാബി വിറച്ചുകൊണ്ട് ഇങ്ങനെ എഴുന്നേൽക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാക്ഷി നിർത്തി, മഹാന്മാരായ സ്വഹാബിമാരെ സാക്ഷി നിർത്തിയിട്ട് പരിശുദ്ധ മദീനയുടെ ആ പവിത്രമായ മൺതരികളെ കോരിത്തെരിപ്പിച്ചുകൊണ്ട് ആ മസ്ജിദുൻ നബവിയുടെ പിന്നില്, ആ വാതിലിന്റെ പിന്നിൽ നിന്ന് ആ ഒട്ടകം വിളിച്ചു പറയുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ ആ ഒട്ടകം പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബേ, വല്ലദീ ബഅതക ബിൽ ഹഖി വല്ലദീ ബഅതക ബിൽ കറാമത്തി, ബഹുമാനത്തോടുകൂടെ അങ്ങയെ ഈ ദുനിയാവിലേക്ക് അയച്ച റസൂലായ അയച്ച അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ആ അല്ലാഹുവിനെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, ആ മനുഷ്യൻ എന്നെ കട്ടതല്ല, ആ മനുഷ്യൻ എന്നെ കളവ് നടത്തിയതല്ല. ഞാൻ ജനിച്ചത് മുതൽ ഈ നിമിഷം വരെ ഇദ്ദേഹമല്ലാതെ ഒരാളുടെ അടുത്തേക്കും ഞാൻ പോയിട്ടില്ല, ഒരാളുടെ ഉടമസ്ഥതയിലും ഞാൻ പോയിട്ടില്ല. എന്താ പറയണത്? ഒട്ടക പറയണത്. അത്രയും കൈമുറിക്കാൻ പോകുന്ന സമയത്ത് ഈ സ്വഹാബിവനിങ്ങനെ പേടിച്ചു നിൽക്കുമ്പോ ആ മദീനത്തെ മസ്ജിദ് നബവിയുടെ പിന്നിൽ നിന്ന് ആ ഒട്ടകം പറയാം, അല്ലാഹുവിന്റെ ഹബീബേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന അദ്ദേഹം കട്ടതല്ല,
അപ്പൊ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയാം എന്തിനായിരുന്നു നേരത്തെ ആറാബി കണ്ണ് താഴ്ത്തിയിരുന്നത്, മുറാക്ക വരുന്നത്. ആറാബി എന്തിനായിരുന്നു കണ്ണടച്ചിരുന്നത് എന്ന് ബഹുമാനപ്പെട്ട അള്ളാന്റെ ഹബീബിന് മനസ്സിലായി. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ സമയത്ത് ആറാബിയോട് വീണ്ടും ചോദിക്കാം, ബില്ലദീ അൻത ഖഹാ ബിഉദ്രിക മല്ലദീ ഖുൽത. ഈ മൃഗത്തിന് സംസാരിക്കാനുള്ള കഴിവ് നൽകി അള്ളാഹുവിനെ മുൻനിർത്തിയിട്ട് നിന്നോട് ഞാൻ ചോദിക്കുന്നു, നേരത്തെ കണ്ണടച്ച സമയത്ത് നീ എന്താണ് ചൊല്ലിയത്, നീ എന്താണ് പറഞ്ഞത്? സ്വലാത്തിലേക്കാണ് ഞാൻ വരുന്നത്. സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് വസല്ലമ അലൈക യാ ഹബീബല്ലാഹ്. അല്ലാഹുവേ, ഹബീബായ തങ്ങളെ സ്നേഹിക്കുന്ന ആശിഖീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ. ഹബീബായ തങ്ങളുടെ മുഹിബ്ബീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ. അവിടുത്തെ ആശിഖീങ്ങളിൽ ചേർക്കണേ. അവിടുത്തെ സുന്നത്തനുസരിച്ച് ജീവിക്കുന്നവരിൽ ചേർക്കണേ. ഹബീബിന് വേണ്ടി ജീവൻ സമർപ്പിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ റബ്ബേ. ഞങ്ങളുടെ നാവുകളിൽ ഹബീബിനോടുള്ള സ്വലാത്ത് നീ നൽകണേ. ഞങ്ങളുടെ കരളിന്റെ കർശനമായ ഹബീബായ തങ്ങളുടെ പവിത്രമായ നാമം ഞങ്ങളുടെ ഹൃദയത്തിന്റെ വെടിപ്പാക്കി തരണേ. അവസാന സമയത്ത് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞ് ലോകത്തോടൊന്ന് വിട പറയാൻ ഞങ്ങൾക്ക് അവസരം നൽകണേ. ഖുതുബുസ്സമാനെ മുൻനിർത്തി, ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ബാദശാ തങ്ങളെ മുൻനിർത്തി, ഔദുല്ലാഹം തങ്ങളെ മുൻനിർത്തി, ബഹുമാനപ്പെട്ട അലിയാർ തങ്ങളെ മുൻനിർത്തി, ഹബീബായ തങ്ങളുടെ മടിത്തട്ടിൽ വളർന്ന ഹസൻ റളിയല്ലാഹു അൻഹുവിനെയും ഹുസൈനാർ തങ്ങളെയും മുൻനിർത്തി ചോദിക്കുന്നു റബ്ബേ, ഈ പരിശുദ്ധമായ സദസ്സിൽ വന്നിരിക്കുന്ന പാവപ്പെട്ട സഹോദരന്മാര് നാടും വീടും വിട്ടുകൊണ്ട് ഇവിടെ വന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാര്, അവർക്കൊക്കെ റബ്ബേ ഹബീബിനോടുള്ള മഹബത്ത് നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ. അവരുടെ മനസ്സിൽ മുഹമ്മദ് റസൂലുള്ളാഹി നൽകണേ. അവരുടെ ഹൃദയങ്ങളിൽ നീ മുഹമ്മദ് റസൂലുള്ളാഹി നൽകണേ. ഖുതുബുസ്സമാന്റെ പരിശുദ്ധമായ വഴി മാത്രമായി, ആ പവിത്രമായ വഴിയുടെ കാരണമായി റബ്ബേ, ആ പവിത്രമായ പരിശുദ്ധമായ വഴിയുടെ ഭാഗമായി അത് ചേരാൻ നീ അവസരം നൽകണേ തമ്പുരാനെ.